അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷേത്രം പണിയത്. ക്ഷേത്രം പണിതിട്ട് 1.5 വർഷം വരെ കൃത്യമായിട്ട് നടത്തി. പിന്നെ നടത്തില്ല. ഇങ്ങനെ മക്കൾ പിന്നെ ക്ഷേത്രം നടത്താൻ ആളുകളെ കയറ്റുകയൊന്നും ചെയ്യില്ല. അവർ കയറ്റി പൂട്ടും, രാത്രി 1 മണിക്ക് പൂജ നടത്തും, അടയ്ക്കും. ഗോപൻ സ്വാമിയുടെ മറ്റൊരു സുഹൃത്തായ യേശുദാസൻ നമ്മളോട് ചേരുന്നുണ്ട്. ശരിക്കും ഗോപൻ സ്വാമി എവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്? എന്താണ് ഓർമ്മകൾ? ഇങ്ങനെ കല്ലുമുട്ടിലുള്ള പാർട്ടിയാണ്. അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു അടിയൊക്കെ നടത്തി 6-7 വരെ പണ്ട് വെട്ടിയിട്ടുണ്ട്. സ്ത്രീ അടക്കം ഒരു 6-7 എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കേസും വഴക്കായപ്പോഴാണ് ആറാലുമുട്ടി വന്നത്. ആറാലുമുട്ടി വന്ന് ഇവിടെ യൂണിയനിലൊക്കെ കയറി യൂണിയൻ തൊഴിലാളിയായിട്ടിരുന്ന് കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന് എല്ലാം ചെയ്തതെന്നാണ്. അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു വച്ച് അവിടെ ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടി അവിടെ ഞാൻ ക്ഷേത്രങ്ങൾ വയ്ക്കണം എടുക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പൈസ അവിടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണിയത്. വലിയ ക്ഷേത്രം പണിയത് 1.5 വർഷം വരെ നാട്ടുകാരെ വെച്ച് ആ ക്ഷേത്രം പണിയത്. അപ്പം അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നല്ല എല്ലാവരും മുസ്ലിങ്ങൾ വരെ അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് അടുത്തൊരു 3ാമത്തെ പ്ലോട്ടിൽ നിന്നൊരു മുസ്ലിമാണ്. അവർ വസ്തു കൊടുത്താണ് റോഡ് ഈ കോവിൽ പോകാൻ വിട്ടത്. അപ്പുറത്ത് വേറൊരു ഹിന്ദു കൊടുത്തിട്ടുണ്ട്. അടുത്ത് പഴയ ചെയർമാൻ സുനിൽ അവൻ കൊടുത്തിട്ടുണ്ട് സ്ഥലം. അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷേത്രം പണിയത്. ക്ഷേത്രം പണിതിട്ട് 1.5 വർഷം വരെ കൃത്യമായിട്ട് നടത്തി. പിന്നെ നടത്തില്ല. ഇങ്ങനെ മക്കൾ പിന്നെ ക്ഷേത്രം നടത്താൻ ആളുകളെ കയറ്റുകയൊന്നും ചെയ്യില്ല. അവർ കയറ്റി പൂട്ടും, രാത്രി 1 മണിക്ക് പൂജ നടത്തും, അടയ്ക്കും. അപ്പോൾ ഇതാണിത് അവരൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത് ഈ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏകദേശം 1 വർഷം വരെ സ്വരടങ്ങി ഒരു പ്രാവശ്യം ഒരു 6 മാസത്തേക്ക് മുമ്പ് അവിടെ കസേരയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഞാൻ കണ്ട്. തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിലേക്ക് 2 കമ്മും എടുക്കാൻ പോയപ്പോഴും. പക്ഷേ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡിൽ വന്ന് കടയിൽ വന്നിട്ട് തിരിച്ച് ഒരു ക്ഷേത്രത്തേക്ക് 2 കമ്മും എടുത്ത് കൊടുക്കാനായിട്ട് പോയപ്പോൾ 2 കരിക്കൊണ്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഗോപസ്വാമി മരിച്ചെന്ന് പറഞ്ഞ് അവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആൾക്കാരെ വിളിച്ച് അവിടെ വാർഡ് മെമ്പറെ അറിയിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പരാതി കൊടുത്തതും പോലീസുകാർ വന്നതും. പോലീസുകാർക്ക് അവിടെ കൊടുത്ത് പ്രത്യക്ഷമാക്കി തന്നപ്പോൾ ചാനലർ വന്ന് ചോദിച്ചപ്പോൾ ചാനലായിട്ട് ഞാൻ മറുപടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസുകാർ വന്നപ്പോൾ എഴുതിയപ്പോൾ ഇതിൽ എഴുതി വന്ന് സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറ്റുമോ എന്നിട്ട് എഴുതി അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് എൻ്റെ പേര് അഡ്രസ്സ് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്റർ വ്യത്യാസത്താണ് എൻ്റെ വീട്. അത് ഞാൻ എല്ലാം ചൂണ്ടി ഞാൻ എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം ചെയ്താണ്. ഇപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നേ അവർ നാട്ടുകാർ അറിയിക്കണം, അവിടെ ഇരുത്തിക്കണമെന്ന് സമാധിക്കണം. ഇത് നാട്ടുകാർ പറഞ്ഞില്ല, ബന്ധുക്കൾ പറഞ്ഞില്ല, വാർഡ് മെമ്പറെ പറഞ്ഞില്ല, പോലീസുകാർ അറിയിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് ഇതൊന്നും അവർ നടത്തിയില്ല. ഇപ്പോൾ 5 വർഷത്തേക്ക് മുമ്പ് അച്ഛൻ സമാധി ഇരുത്തിക്കണമെന്ന് പറഞ്ഞെങ്കിൽ 5 കൊല്ലത്തേക്ക് മുമ്പ് കൊണ്ടുവന്ന കല്ലിന് ഇതെന്തെങ്കിലും തടയണം. ഇപ്പം വച്ചിങ്ങനടുത്തെന്ന് വെച്ചാൽ പണ്ട് നാഗരയ്ക്ക് വെച്ച സ്ഥലമാണ്. അപ്പം തൊട്ട് അടുത്ത കണ്ടത്തിൽ ഒരു പണിക്കർ 1 സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗർ വയ്ക്കാൻ കരുതി. അത് പോകാൻ പറയും. നാഗർ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഈ അമ്പലത്തിൽ വന്നത്. അവിടെ വന്ന് ഇതിപ്പോൾ നാഗർ വെച്ചാൽ എടുത്താണ് പഴയ നാഗരിക്ക് ഇരുന്ന സ്ഥലത്താണ് കൊണ്ടിരുത്തിയെന്നത്. അപ്പോൾ രാവിലെ 11 മണിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിക്ക് എന്ന് പറഞ്ഞാൽ മാറ്റി മോഹൻ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് കരുക്ക് ജപിച്ച് കുടിച്ച് BP-യുടെയും ഷുഗറിൻ്റെയും ഗുളിയും കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നെന്ന് ഇളയ മോഹൻ പറഞ്ഞത്. രാജസ്ഥാനം പറഞ്ഞത്. മൂത്ത മോഹൻ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പം കൊണ്ട് സമാധി ഇരുത്തിയെന്ന്. അമ്മ തിരിച്ച് മൊഴി പറയണം, മാറ്റി പറയണമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ചൂടുണ്ടായിരുന്നു, നെഞ്ചിലൊക്കെ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആര് പറയണമെന്ന് വിശ്വസിക്കണം? ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് അറിയണം, സത്യസന്ധത. ഇതെങ്ങനെയാണ് മരിച്ചത്? അല്ലെങ്കിൽ അച്ഛൻ സമാധി ഇരുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കൊല്ലത്തിൽ പറഞ്ഞ് അന്നത്തെ പത്രത്തിൽ എഴുതി വെച്ചാൽ രേഖയുള്ള വെള്ള പേപ്പറിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ട് കൊണ്ടുവന്നൊരു കാര്യമല്ല. അത് കൃത്യമായിട്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. സമാധിയാണെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ ഇതിപ്പോൾ എഴിച്ചു പേരുന്ന ഇത് സമാധി എന്ന് പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്നതും മലം പോണതും കിടക്കുന്ന ഒരു മനുഷ്യൻ എവിടെ നിന്ന് അഴിച്ച് പോയിരിക്കുന്നത്? ഈ രാജസ്ഥാനം ഇപ്പം നടത്താൻ പോറ്റിയെന്ന് പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ നോക്കില്ല. പച്ചക്കളാണ്. ലോകത്ത് ആര് വിശ്വസിക്കില്ല. നാളെ പ്രകടനം കൊച്ചുപോലെ ഇത് വിശ്വസിക്കില്ല. ലോകത്ത് പറയണ വെറും പച്ചക്കളാണ്. അമ്മയും 2 മക്കളും ഒരു മരുമകളും കൂടി കാണിച്ച് 4 പേരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസുകാരോ എന്തെങ്കിലും ഇതിനെല്ലാം നടപടി എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ രാഷ്ട്രീയ കളിയോ അല്ലെങ്കിൽ മറ്റൊന്നല്ല. ഇത് അവിടെ നാട്ടുകാർ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് താല്പര്യം. പിന്നെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ വൈരാഗ്യങ്ങളുണ്ട്. 2 മക്കൾക്ക് അവർ ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ എൻ്റെ ഒരു വൈരാഗ്യമാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അല്ല എവിടെ വേണമെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ്. യാത് കോടതിയല്ല, യാത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മുമ്പേ മൊഴി കൊടുക്കാനും സാക്ഷി പറയാനും ഞാൻ റെഡിയാണ്. ഗോപസ്വാമിയുടെ ഈ ഇടപെടലും എല്ലാവരോടുള്ള ഇടപെടലൊക്കെ അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു. കൂലിപ്പണി ചെയ്തും യൂണിയനിൽ ജോലിയൊക്കെ ചെയ്തും ഈ ക്ഷേത്രം പണിയതൊക്കെ വലിയ കാര്യമായിരുന്നു. ഇവിടെ വന്നിട്ട് 42 വർഷമായി. ഈ ആറാലുമുട്ടി വന്നിട്ട് 42 വർഷമായി. ഞാൻ ഇവിടെ വന്ന ഒരു ചെറിയ ഒരു കമ്പനിയിൽ പണിയായിട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് തേങ്ങ വെട്ടും തടിമുറിപ്പും കൂലിപ്പണിക്കും പോയി ഇതൊക്കെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. മനസ്സിലായി. ഇപ്പം സ്വന്തമായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുകയാണ്. അങ്ങനെ നടത്തി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് കൂലിപ്പണിയിൽ നിന്ന് ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞത്? ഒരു എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5-6 വർഷത്തേക്ക് മുമ്പ് യൂണിയനിൽ നിന്നൊക്കെ പെൻഷനായി. പിന്നെ കോവിലിൻ്റെ കാര്യവും വീട്ടിലാക്കണം. പിന്നെ മോനാണ് അങ്ങനെ ഇരിക്കുന്നത്. മോനൊരു ചുക്കും അറിഞ്ഞുകൂടാ. പിന്നെ കുറേ എന്തോക്കെ പറയണം അവനാണ് പഠിച്ചതല്ലാണ്. പണ്ട് ഞങ്ങളോട് പറഞ്ഞ് അവൻ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാണ് പെണ്ണ് കിട്ടിയത്. പരിശീലനം എവിടെ ചെന്നൊരു പെണ്ണ് കിട്ടിയത്. അവിടെയൊക്കെ നോക്കിയപ്പോൾ അവന് ദേവസ്വം ബോർഡിലും പണിയില്ല, ഒന്നുമില്ല.
ഇന്ന് അവൻ്റെ ഭാര്യയുടെ ആൾക്കാർ പോലും അവിടെ ഇല്ല. ഇപ്പം ചാനലുകാരും പോലീസുകാരും വന്നപ്പോൾ അവൻ്റെ ഭാര്യയുടെ ആൾക്കാർ ഒരു കുഞ്ഞുപോലും അവിടെ ഇല്ലല്ലോ. ഈ 4 പേരല്ലാതെ അവിടെ 2 ആണും ഈ തള്ളയും മരുമകളല്ല ഒരൊറ്റ എണ്ണം അവിടെ ഇല്ലല്ലോ. ആരെങ്കിലും ഉണ്ട് അവർ ഇപ്പോൾ ഈ പ്രശ്നം ആയതുകൊണ്ടാണ് ചാനലുകാരും പോലീസുകാരും ഗേറ്റ് തുറന്നിട്ട്, ഇല്ലെങ്കിൽ അവർ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കും. മനുഷ്യൻ ഈ 2 മക്കളും മരുമകളും തള്ളയും ഒറ്റ എണ്ണത്തിന് മിണ്ടൂല, അയൽവക്കക്കാട്ട് മിണ്ടൂല. അവർക്ക് എന്തോ അയൽവക്കക്കാർ അവർ ഇപ്പം രാജസേനൻ എന്ന് പറഞ്ഞ ഒരു പോറ്റി പുതിയതായിട്ടാണ് ഞാൻ കാണുന്നത്. അവ എവിടെ ചെന്ന് പഠിച്ചെന്ന് പോലും അറിഞ്ഞൂടാ. അത് അവൻ്റെ ആവശ്യം, അത് നമ്മളതിൽ ഇടപെടേണ്ട കാര്യമല്ല. ഈ ഗോപൻ സ്വാമി എങ്ങനെയായിരുന്നു ഈ ആത്മീയതയിലേക്ക് തിരിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വിശ്വാസിയായിരുന്നു, ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്താണ് സ്വന്തമായിട്ട് ഒരു ക്ഷേത്രം ചെറുതായിട്ട് ചെയ്തത്. അത് ഇപ്പോഴും അത് പൊളിച്ചിട്ടില്ല. അത് അവൻ്റെ ഉണ്ട്. ആ വീട് വെച്ച് എൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആ ക്ഷേത്രം ഉണ്ടത്. അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഞാൻ ക്ഷേത്രമാണ് ശിവൻ്റെ ഇതാക്കാൻ പറഞ്ഞാണ് തിരിച്ച് ഇപ്പം വീണ്ടും ആ ക്ഷേത്രം പണിയത്. ഇപ്പുറത്ത് വലിയ ക്ഷേത്രം പണിയത്. അത് ജനങ്ങളെല്ലാവരും പൈസയാണ്. പിന്നെ ഈ സമാധിയെ പറ്റി എന്തെങ്കിലും ഗോപൻ സ്വാമി ആരും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ അക്ഷരം ഞങ്ങളുടെ ആരും പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും 5 കൊല്ലത്തേക്ക് മുമ്പ് അങ്ങനെ സമാധിക്കാൻ 5 കൊല്ലത്തേക്ക് മുമ്പ് കല്ല് കൊണ്ടുവച്ചെന്നില്ല പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ സമാധിക്കാൻ കരുത് തമിഴ്നാട്ടിൽ നിന്ന് കല്ലുകൊണ്ടെന്ന് പറഞ്ഞു. രാജസേനൻ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് വെച്ചെന്ന് പറഞ്ഞു. ഈ കല്ല് 5 വർഷത്തേക്ക് മുമ്പ് അന്നത്തെ ഒരു പത്രത്തെ ഡേറ്റ് എഴുതി വയ്ക്കരുത്. ഇത് ആർക്കും കാണിക്കണം. നാളെ സംശയം വന്നാൽ കാണിക്കാം, പോലീസുകാർക്ക് നാട്ടുകാർക്ക് കാണിക്കാമെന്ന് പറഞ്ഞ് അന്നത്തെ പത്രം 5 കൊല്ലത്തേക്ക് മുമ്പ് പത്രത്തിൽ എഴുതി കാണിക്കട്ടെ. അവർ ഞങ്ങളെ കാണിക്കട്ടെ. ഇത് ഇങ്ങനെ അച്ഛൻ എഴുതി തന്ന് എവിടെ കാണിക്കും? അച്ഛൻ എഴുതി വെച്ചിട്ടില്ല, എടുത്തിട്ടില്ല. അച്ഛൻ ഇപ്പോഴും തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞല്ലോ 2 ആഴ്ചയ്ക്ക് മുമ്പ് 1 ആഴ്ചയ്ക്ക് മുമ്പ് ഈ മൂത്രം ഒഴിച്ചിട്ട് കിടന്ന് 2ാം മൂത്രം ഒഴിച്ചപ്പോൾ മൂത്തമ്മ അച്ഛനെ വഴക്കുറഞ്ഞത് തൊട്ടടുത്ത വീട്ടിലെ വിശമ്പൻ്റെ ഭാര്യയെ കേട്ടെന്ന് അത് ഈ ചാനലുകാരുടെ എല്ലാവരും പറഞ്ഞില്ലേ. അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് പറയണത്? അദ്ദേഹം എന്തെങ്കിലും ആവശ്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്? ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ക്ഷേത്രം പണിയണം, ക്ഷേത്രം ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടുകാർ എല്ലാവരും സഹകരിച്ച് നാട്ടുകാരുടെ പൈസയ്ക്ക് തന്നെ ചെയ്തത്. അല്ല അവരുടെ സ്വന്തം പൈസയ്ക്കൊന്നുമില്ല. ആ ഒരാളെ കൊണ്ട് ഇത്രയും ക്ഷേത്രം പണിയാൻ ആർക്ക് ആ കുടുംബത്തിലുള്ള വരുമാനമൊന്നുമില്ല. ഇത് നാട്ടുകാരുടെ പൈസ എല്ലാം ചെയ്ത് വന്നപ്പം അവരെ വകയായി. അവരായിട്ടിരിക്കട്ടെ. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞാൽ അവരെ വകയാണ്, ഞങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങൾ തുറന്നാൽ ഞങ്ങളൊന്ന് തൊഴാൻ വരും. നിങ്ങൾ തുറന്നില്ലേ ഞങ്ങളില്ലേ, ഇതല്ലെങ്കിൽ വേറെ കോവിൽ പോകും. ഇപ്പോൾ ഒരു കടയിൽ ചായ ഇല്ലെങ്കിൽ വേറെ കടയിൽ ചായ കുടിക്കില്ല വിശന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കോവിലില്ലെങ്കിൽ വേറൊരു കോവിൽ പോകും. എന്നാലും ഞങ്ങൾക്ക് ക്ഷേത്രം വേണ്ട. പിന്നെ ഈ ക്ഷേത്രം ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുത്തും വന്ന് ഇരുന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. ശിവനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരുന്നതിന് പിന്നെ ഒരു ബുദ്ധിമുട്ട്. അത് അവർക്ക് ഇന്നും അല്ലെങ്കിൽ നാളെ അവരനുഭവിച്ചോളും. ജനങ്ങളായാലും കുറച്ചേ അനുഭവിക്കുള്ളൂ. ഇത് മാത്രമേ പറയാനുള്ളൂ. ഗോപൻ സ്വാമിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത് നമ്മളോട്.